ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കുന്നതായിരിക്കും. ഇനി ഗൌരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താൽപര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൌസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ കെ വി ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? ഒരു ഹാബിച്വൽ ഒഫൻഡർ, അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഗൌരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് മാധ്യമങ്ങളോട് ഉന്നയിക്കുകയല്ല. അവര് ഈ സംസ്ഥാനത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തന്നെ എല്ലാ സ്ത്രീകൾക്കും വിശ്വാസത്തോടുകൂടി പരാതി പറയുവാൻ കഴിയുന്ന കൺട്രോൾ റൂം നമ്പർ 112 അവർ വിളിക്കുന്നു. ആ വിളിക്ക് എന്ത് പരിഹാരമുണ്ടായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. 2, അതിനെ തുടർന്ന് SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ട് എന്ത് മറുപടി ഉണ്ടായി, എന്ത് തീരുമാനമുണ്ടായി എന്ന് SP പറയണം. ഇന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ജീവിത പങ്കാളിയായ അതിജീവിത ഗാർഹിക പീഡനങ്ങൾ നിരവധി തവണ ഏറ്റുവാങ്ങേണ്ടി വന്ന അതിജീവിത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്താണ് അവര് പറഞ്ഞത്? അവരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി. എങ്ങനെയാ കഴിയുന്നത്? നിങ്ങൾ വിചാരിച്ച ഫോൺ ചോർത്താൻ കഴിയുമോ? അവർ തന്നെ പറയുന്നുണ്ട്, ഈ അതിജീവിത തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ അവർ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ഗൌരവത്തിലുള്ള ഒരു വിഷയത്തിനകത്ത് പരാതി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് എന്ത് നടപടിയാണ് ആ വിഷയത്തിനകത്ത് ഉണ്ടായത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാം. 2, അദ്ദേഹം ചൂഷണം ചെയ്ത മനുഷ്യന്മാരിൽ നമ്മളെല്ലാവരും വളരെ വിശ്വാസത്തോടുകൂടി കാണുന്ന ഏതെങ്കിലും ഒരു ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? നമ്മളെല്ലാവരും വിശ്വാസത്തോടുകൂടി കാണുന്ന ഏതെങ്കിലും ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? ഇനിയും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്ന, ഇതൊന്നും പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ, പബ്ലിക് ഡൊമൈനിൽ എത്തിയ ഒരു വിഷയമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തു. അപ്പോ അത് അട്രോസിറ്റി അഗൻസ്റ്റ് വിമൻ അല്ലേ? ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലാതെ വെമ്പൽ കൊള്ളുന്ന ഒരു സർക്കാർ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, ഒരു അതിജീവിതയെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ്. അതിജീവിതകളെ പിന്നെയും ചൂഷണം ചെയ്തൊരു സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് ഒരു അതിജീവിതയെ വെച്ചിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മൃഗീയമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പരസ്യം നമ്മൾ കണ്ടു. അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികൾ സ്വീകരിച്ചു? ഇത്രയും കാര്യങ്ങൾക്ക് ശ്രീ കെ ബി ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്കി വന്നു. അല്ല, ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇത് ന്യായീകരണം തന്നെയാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാർ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നോ? എപ്പോ ചോദിച്ചാൽ ചോദ്യം ഒന്ന് കാണിക്കട്ടെ.